ഹലോ മാമീസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ ഹാപ്പി ആയിട്ടും നിങ്ങളുടെ കൂടെ സേഫായിട്ടും കളിപ്പിക്കാൻ പറ്റിയ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ മോൾക്ക് 3 വയസ്സായി, മോന് 3 മാസമായി. സോ കുഞ്ഞിന് 2 പേരെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഹസ്ബൻഡ് ഓഫീസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് ഈ 2 കുട്ടികളെയും മാനേജ് ചെയ്യേണ്ടത്. സോ മോളാണെങ്കിൽ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല, അവൾക്കാണെങ്കിൽ മോനെ നോക്കുമ്പോൾ ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ എങ്ങനെ രണ്ടാളെ മാനേജ് ചെയ്യണമെന്ന് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറച്ച് ഐഡിയാസ് കിട്ടി. ആ ഒരു ബേസിലാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. എങ്ങനെ 2 പേരെ മാനേജ് ചെയ്യുന്നു എന്ന ചോദ്യം പല പ്രാവശ്യം പലരും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ കുഞ്ഞിനെ കൂടി കഴിയുന്നതും ഇൻക്ലൂഡ് ചെയ്യിക്കുക. അതായത് ഇപ്പം ഞാൻ മോളെ കുളിപ്പിക്കാൻ എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ, മോൾ എന്തായാലും മടി കാണിക്കും, വാശി കാണിക്കും. സ്റ്റാർട്ടിങ് ഒക്കെ 2 ഇയേഴ്സ് വരെയും അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കുളിക്കാനും മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കുളിപ്പിക്കാനായിട്ട് മോനെ എണ്ണ തേച്ച് കിടത്തൂലേ, ആ സംഭവം, ആ ഷീറ്റ് കുറച്ച് സോപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകാൻ അവളെ ഏൽപ്പിക്കും. അവൾ ആ കഴുകുന്ന ഗ്യാപ്പിൽ അവളെ കുളിപ്പിച്ചെടുക്കും. സോ നിങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞത് ചെയ്യുന്ന ഗ്യാപ്പിൽ കുഞ്ഞ് ഹാപ്പി ആയിട്ട് തന്നെ കുളിച്ച് വരും ചെയ്യും. വീട്ടിൽ പ്ലാസ്റ്റിക് സ്റ്റൂളോ ചെയറോ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചിട്ട് കുഞ്ഞിനെ ക്ലീൻ ചെയ്ത് തരുമോ എന്ന രീതിയിൽ ഒന്ന് ഏൽപ്പിക്കുക. സോ കുഞ്ഞിന് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞ് ഹാപ്പി ആയിട്ട് അത് ചെയ്തോളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുക്കിംഗ് ചെയ്യുമ്പോൾ എന്ത് കാര്യമാണോ സേഫായിട്ട് കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറ്റുക അത് കുഞ്ഞിനെ ഏൽപ്പിക്കുക. ഇപ്പോൾ ജ്യൂസ് എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓറഞ്ചിൻ്റെ ഒക്കെ തൊലി കളയാൻ, ഓറഞ്ച് സെപ്പറേറ്റ് ചെയ്യാൻ ഒക്കെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മിക്കവാറും നൈറ്റായിരിക്കും ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ആ ടൈമിനൊക്കെ എന്തായാലും അത് കഴിഞ്ഞ് നൈറ്റ് കുഞ്ഞിനെ ഒന്ന് മേലൊഴിക്കും. സോ ധൈര്യമായിട്ട് കുഞ്ഞിനെ മാവിടാൻ ഏൽപ്പിക്കാം, പൊടി തൂക്കി കൊടുക്കാൻ ഏൽപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരും അതിൽ ഹാപ്പി ആയിരിക്കും. മറ്റൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിന് ഡ്രസ്സൊക്കെ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ കുഞ്ഞിന് നമ്മൾ മടക്കാൻ പോകുന്ന ഡ്രസ്സ് കുഞ്ഞിനെ എടുത്തു തരാൻ പറയുക. ആ എടുത്ത് തരുന്ന സമയത്ത് അവർ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും അവർക്ക് ക്യാഷ് കൊടുക്കണ പോലെ കാണിച്ചിട്ട് അതിന് ഒരു ഡ്രസ്സ് തരുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിപ്പിച്ചിട്ട് ആ ഡ്രസ്സൊക്കെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. സോ ഇതിൽ നമ്മൾ അവരോട് കളിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ പണികളും തീരും. പിന്നെ തുണി ഉണക്കാനിടുമ്പോഴും അതുപോലെ തന്നെ തുണികളൊക്കെ ഉണക്കാനിടുന്ന സമയത്ത് ഒരു ബക്കറ്റിൽ നമ്മൾ ഉണക്കാനുള്ള തുണികളൊക്കെ കൊണ്ടുവരുമല്ലോ, അതിൽ ഓരോ തുണികളായിട്ട് എടുത്തുതരാൻ പറയുക. നമ്മൾ ഒരു ഷോപ്പിൽ പോയി വാങ്ങുന്ന പോലെ തന്നെ നമ്മൾ ഓരോ ഡ്രസ്സും ചൂസ് ചെയ്തെടുക്കുന്ന രീതിയിൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ചൂസ് ചെയ്യില്ലേ, അതുപോലെ തന്നെ അവരുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ ഡ്രസ്സായിട്ട് എടുത്ത് ഉണക്കാനിടാം. പിന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ കുളിപ്പിക്കാനോ അങ്ങനെ വല്ലതും ഉണ്ട് എന്നെ പോലെ എങ്കിൽ ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന നേരത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും അടുക്കളയത്ത് തന്നെ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിൽ നിങ്ങൾ പഞ്ഞി ഇല്ലാത്ത ഡോൾസ് ഉണ്ടാവില്ലേ കുഞ്ഞിൻ്റെ അടുത്ത്, അങ്ങനത്തെ വല്ല ഡോൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് അതിനെ കുളിപ്പിക്കാൻ പറയാം. ഇതുപോലെ എന്തെങ്കിലും ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അങ്ങനെ കുളിപ്പിക്കുക. നമ്മൾ കൂടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന് അപകടമൊന്നും വരില്ല, സേഫായിട്ട് തന്നെ അവരത് ചെയ്തോളും. പിന്നെ അടിച്ചു വാരാൻ ചൂലൊക്കെ എടുക്കുന്ന സമയത്ത് അവൾ ഓടി വരും. അപ്പോൾ നമ്മൾ ചീത്ത പറഞ്ഞ മാറ്റി നിർത്തുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അവർ കുഞ്ഞിന് കുറച്ച് നേരം അവർ അത് കൊണ്ട് അടിക്കുന്ന പോലെയൊക്കെ കാണിച്ച് അവർക്ക് മതിയാകുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ചൂല് തന്നോളും. പക്ഷേ നമ്മൾ കൂടെ തന്നെ നിൽക്കുക, അത് അവരുടെ വായിലിടാനോ അതിൽ തൊട്ട് ഭയങ്കരമായിട്ട് മുഖത്ത് വെക്കാനൊന്നും ശ്രമിക്കാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം അവരുടെ ടോയ്സൊക്കെ അവരോട് തന്നെ ഒന്ന് ഒതുക്കി വെക്കാൻ പറയാം. അപ്പോൾ അവരത് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് അടിച്ചുവാരി ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അവരെയും ഇൻവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പി ആയിട്ട് മോൾക്ക് ബുദ്ധിമുട്ടോ വിഷമോ ഒന്നും തോന്നാത്ത രീതിയിൽ തന്നെ അവർക്ക് ബോറടിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ പണികളെല്ലാം തീർക്കാനും പറ്റും, അവരും ഹാപ്പിയാണ്. ഇതുകൊണ്ടുള്ള മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞ് ഫോൺ യൂസ് ചെയ്യുന്ന കാര്യത്തിന് ഇൻട്രസ്റ്റ് വളരെയധികം കുറയും. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്ത് പണി കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണെങ്കിലും നിങ്ങൾ കൂടെ തന്നെ നിൽക്കണം. ഒറ്റയ്ക്കൊന്നിനും മോനെ വിട്ടിട്ട് പോവാതെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഇൻഫർമേഷൻ ഓർ ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള പാരൻസിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.